ഏജ് ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മിക്സി മോട്ടറിൻ്റെ ബുഷ് മാറ്റിയിടുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ശ്രദ്ധിച്ചാലറിയാം, ബുഷ് നല്ലവണ്ണം പ്ലേ വീണിട്ടുണ്ട്, നല്ല ഷേക്കുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം മോട്ടർ സൈഡ് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബുഷ് മാറ്റി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വല്ലാത്ത സൗണ്ടും ആയിരിക്കും ഇതേ രീതിയിൽ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ഇളക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഈ ബോൾ മിസ്സായി പോകാതിരിക്കാനായിട്ട്. ഈ വാഷർ ഷാഫ്റ്റിൽ നിന്ന് ഇളക്കിയെടുക്കണം. എല്ലാ ആർമേച്ചറിലും ഇതേപോലെ വാഷർ ഉണ്ടാവില്ല. ഈ ആർമേച്ചറിൽ വാഷർ ഇട്ടിട്ടുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇളക്കിയെടുക്കുക. സാധാരണ ഇതിൻ്റെ ഷാഫ്റ്റ് പോളിഷ് ചെയ്യാനായിട്ട് ഇതുപോലെ ഈ ഡ്രില്ലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇലക്ട്രിക്കൽ സ്ക്രൂ ഡ്രൈവറാണ്, കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രില്ല് പോലെയുള്ള ഡ്രില്ലായിട്ട് ഉപയോഗിക്കാം, സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ആർമേച്ചറിനെ ഇതുപോലെ സെറ്റ് ചെയ്യും. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഈ ഷാഫ്റ്റ് ഇപ്പോൾ തേയ്മാനം വന്നിട്ട് ഈ ഭാഗം കുഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുഴുവൻ ഭാഗവും ഈ എൻഡ് മുതൽ ഇങ്ങ് ഉൾ സൈഡ് വരെ അങ്ങേയറ്റം വരെ ഒരേ സൈസ് ആക്കണം. അപ്പോൾ ഈ അടുത്ത സൈസ് ബുഷ് ഉപയോഗിക്കുമ്പോൾ ഇതിൽ സാധാരണ വരുന്നത് 048 ബുഷാണ്. 048 തന്നെ 1x 2x 3x 4x വരേക്കും കിട്ടും. അതുപോലെ 211 മോഡൽ ഒരു നമ്പർ കൂടെ ഉണ്ട്, ഫിലിപ്സ് ടൈപ്പ് മിക്സികളിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് ബുഷ് ഉപയോഗിക്കണമെങ്കിലും ഇനി അടുത്ത സൈസ് ബുഷ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റൂ. 048 എന്ന നോർമൽ സൈസ് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഈ ഷാഫ്റ്റിൻ്റെ സൈസ് ഒരുപോലെ ആക്കണം. ഈ ഭാഗം കുഴിഞ്ഞിട്ടുണ്ട്, ഈ ഭാഗം പഴയ സൈസാണ്, കമ്പനി മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്ന അതേ സൈസാണ്. അപ്പോൾ ഈ മുഴുവൻ ഭാഗവും ഒരേ സൈസാക്കണം. അപ്പോൾ അതിന് ആദ്യം നല്ല റഫായിട്ടുള്ള എമരി ഉപയോഗിച്ച് ഈ ഭാഗം ഇതിനോട് ഈക്വലാക്കുക. ഇപ്പോൾ ഒരുവിധം ഒരേ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബുഷ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ 1x ആണോ 2x ആണോ 3x ആണോ, ഇതിൽ ലൂസല്ലാതെ ഒരല്പം ടൈറ്റോടുകൂടെ പോകുന്ന ഒരു ബുഷ് സെലക്ട് ചെയ്യണം. 1x ആണോ 2x ആണോ 3x ആണോ അതോ 4x ആണോ എന്നുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്ത് ബാക്കി പോളിഷ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ 1x ബുഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റായിട്ട് ടൈറ്റോടുകൂടെയാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബുഷ് ഇതിന് സൂട്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിനടുത്ത സൈസ് എമരിയുണ്ട്. ഇത് റഫായിരുന്നു ഫസ്റ്റ് ഉപയോഗിച്ചത്. ഇനി ഉപയോഗിക്കുന്നത് നല്ല സ്മൂത്ത് എമരിയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഷാഫ്റ്റിനെ മാക്സിമം നല്ല പോളിഷ് ചെയ്യുക, ഫിനിഷിംഗ് ആക്കുക. ഇതിൽ നല്ല ഗ്ലൈസിങ് വരത്തക്ക വിധത്തിൽ നല്ല പോളിഷ് ചെയ്യുക. സൈസായിട്ടില്ല, ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഇത് നല്ല ഗ്ലൈസിങ് വരത്തക്ക വിധത്തിൽ പോളിഷ് ചെയ്യണം ഇതിന്. ഇനി കുറച്ചും കൂടെ ഉണ്ട്.
ഓവർ ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. കറക്റ്റ് സൈസാവുന്ന ലെവലിൽ ഫിനിഷ് ചെയ്ത് നിർത്തണം. ഓവറായിട്ട് പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൂസായി പോകും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് സൈസായിട്ടുണ്ട്. ഇനി വാഷറിട്ട് നോക്കാം. ഇത് കറക്റ്റ് സൈസായിട്ടുണ്ട്. എങ്കിലും ഒരു ലൈറ്റായിട്ടൊരു ലൈറ്റ് ഉണ്ട്, ഒരല്പം കൂടെ പോളിഷ് ചെയ്യാം. ഇപ്പോൾ ലൂസും അല്ല ടൈറ്റും അല്ല, കറക്റ്റ് സൈസായിട്ടുണ്ട്. അപ്പോൾ ഇനി പഴയ ബുഷിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ബുഷ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇതിൽ ഈ കാണുന്നത് ഈ ബുഷ് പോയതിന് ശേഷം വീണ്ടും ഉപയോഗിച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. കോറ് ഔട്ട്സൈഡ് ഫീൽഡിലെ കോറുമായിട്ട് പിടിച്ചിട്ടാണ് ഈ ആർമേച്ചറിലെ കോർ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്. ഞാൻ സാധാരണ ഈ ബുഷ് ഇളക്കുന്നത് ഇതുപോലെ ഒരു പൈപ്പ് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതിനെ അടിച്ചിളക്കുകയാണ് പതിവ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇളക്കാം, ബോഡി പൊട്ടിപ്പോവാതെ സൂക്ഷിച്ചോളാം. അപ്പോൾ ഇതിൽ ഇവിടെ 3 ഹോളുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് ഈ ക്ലാമ്പ് അകത്തിരിക്കുന്ന ബുഷ് മാത്രമേ ഇളകി വന്നിട്ടുള്ളൂ. ഈ ക്ലാമ്പിനെ ഇളക്കാൻ സാധിക്കും. ഈ ഹോൾ വഴിക്ക് ചെറിയ കനം കുറഞ്ഞ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അടിച്ച് ഇളക്കാവുന്നതാണ്. എന്നാൽ ചില മിക്സിയുടെ മോട്ടറിലെ കവറുകളിൽ ഇതുപോലെ ഹോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്ക്രൂ ഡ്രൈവർ ഇതുപോലെ റഫ് യൂസിന് ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ചുറ്റിയേക്ക് അടിച്ച് ഇളക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇളയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ക്ലാമ്പ് മീഡിയം ടൈറ്റ് ഉണ്ട്, തീരെ ലൂസല്ല. അപ്പോൾ ഈ ക്ലാമ്പ് തന്നെ വീണ്ടും ഉപയോഗിക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ക്ലാമ്പ് ഡാമേജും വന്നിട്ടില്ല. ക്ലാമ്പ് ഡാമേജ് വരികയോ ക്ലാമ്പ് ടൈറ്റ് അല്ലാതെ ലൂസാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാമ്പ് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ വലിയ പ്രശ്നമില്ല. ഇതിനൊന്ന് ബുഷ് ടൈറ്റ് ആവുന്ന വിധത്തിൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന പോർഷനെ ഒന്ന് ഉള്ളിലേക്ക് തട്ടി ഒതുക്കി ഈ ക്ലാമ്പ് തന്നെ ഉപയോഗിക്കാം, വേറെ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഉള്ളിലേക്ക് തട്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബുഷ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ബുഷിൻ്റെ ഔട്ട് സൈഡ് സ്പോഞ്ച് പോലുള്ള റിങ് ഉണ്ടാവും. എന്നാൽ ഇതിൽ ആ റിങ് വെള്ളം നനഞ്ഞ് കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ബനിയൻ വേസ്റ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ബനിയൻ വേസ്റ്റ് ഉപയോഗിച്ച് ഒരു റിങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ റിങ് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ബുഷിൻ്റെ ഔട്ട് സൈഡിൽ ഓയിൽ മയം നിലനിർത്താനാണ്. സ്പോഞ്ചാണ് നല്ലത്. അപ്പോൾ സ്പോഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് ബനിയൻ വേസ്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ റിങ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇനി ക്ലാമ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാമ്പ് തട്ടി ഇറക്കുന്നതിനായിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു റിങ് ഉണ്ട്, കറക്റ്റ് സൈസാണ് ഈ ക്ലാമ്പിൻ്റെ. അപ്പോൾ ഇതുപോലെ ഒരു ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ, റഫ് യൂസിന് ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വളരെ സൂക്ഷിച്ച് രണ്ട് സൈഡും കുറേശ്ശെ തട്ടി ഉള്ളിലേക്ക് ഇറക്കണം. അപ്പോൾ എനിക്ക് ഈ ടൂൾസ് ഉള്ളതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ആ റിങ്ങിന് കറക്റ്റ് സൈസാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചാണ് തട്ടി ഇറക്കുന്നത്.
അപ്പോൾ ഇത് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഉള്ളിൽ ആർമേച്ചർ ഇതിനകത്ത് ഇറക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ബുഷ് വേറെ പ്ലേ ഒന്നുമില്ല, നല്ല ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ബനിയൻ വേസ്റ്റ് നല്ലവണ്ണം നനയുന്ന വിധത്തിൽ ഇതിൽ ഓയിലിട്ട് കൊടുക്കണം. നല്ലവണ്ണം എപ്പോഴും ഓയിൽ മയം, ഈ ബുഷിൽ ഓയിൽ മയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓയിലിട്ട് കൊടുക്കുന്നത്. അതാ നല്ല കറക്റ്റായിട്ട് ടൈറ്റൊന്നുമില്ല, നല്ല ഫ്രീ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ബുഷിൽ ഓയിലിട്ട് കൊടുക്കണം. അതുപോലെ എപ്പോഴായിരുന്നാലും മിക്സി മോട്ടർ പൊളിച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഈ കാർബൺ ഹോൾഡറിൻ്റെ സൈഡിൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതുവഴിക്ക് ബോഡിയുമായിട്ടുള്ള ഈ കാർബൺ ഹോൾഡറിൽ നിന്ന് ബോഡിയിലേക്കുള്ള എർത്ത് കണ്ടിന്യൂറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതുവഴി എർത്താവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ELCB ട്രിപ്പാവുന്ന ഒരു പ്രശ്നം വരും. സാധാരണഗതികളിൽ മിക്സിയിൽ എർത്ത് ലീക്കേജ് വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഈ മിക്സി ഓൺ ചെയ്യുമ്പോൾ ELCB ട്രിപ്പായി പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അല്ല വൈൻഡിങ് ഫാൾട്ട് വന്നിട്ട് ELCB ട്രിപ്പാവുന്നത് വളരെ റെയറാണ്. മാക്സിമം എനിക്ക് വന്നിട്ടുള്ള കംപ്ലൈൻറ്റുകളിൽ കൂടുതലും ഈ കാർബൺ ഹോൾഡർ വഴി എർത്ത് ലീക്കായിട്ട് ELCB ട്രിപ്പാവുന്ന പ്രശ്നമാണ് കൂടുതലും വന്നിട്ടുള്ളത്. അല്ല വൈൻഡിങ് സൈഡിൽ കംപ്ലൈൻറ്റ് വന്നതായിട്ട് വളരെ റെയറായിട്ടേ വന്നിട്ടുള്ളൂ. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇതഴിച്ചിട്ട് ഇതിനുള്ളിൽ ബോൾ കറക്റ്റ് ആ ഹോളിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നോക്കണം. ചിലപ്പോൾ ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് തെറിച്ച് സൈഡിലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മോട്ടർ ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എത്ര തന്നെ നമ്മൾ ലൂസ് ചെയ്തിരുന്നാലും, ഈ സൈഡ് സ്ക്രൂ ലൂസ് ചെയ്തിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും അത് ക്ലിയർ ആവില്ല. അപ്പോൾ അത് ക്ലിയർ ആവണമെങ്കിൽ ഈ ബോൾ കറക്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇനി ഇതുപോലെ ലൈറ്റായിട്ട് തട്ടി കൊടുക്കുമ്പോൾ ഇതിൽ അലൈൻമെൻറ്റ് എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ, നമ്മുടെ ബുഷ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ തിരിച്ച് ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ അലൈൻമെൻറ്റ് എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. ബുഷിൻ്റെ ടൈറ്റ് മാറി കിട്ടും. പക്ഷേ ഇതിപ്പോഴും ടൈറ്റുണ്ട്. ഇവിടെ കോറ് പിടിക്കുന്നതാണ്, റോട്ടറും ഫീൽഡുമായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആർമേച്ചർ നമ്മുടെ ഫീൽഡുമായിട്ട് പിടിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ സൈഡും 4 സൈഡും നോക്കുക, ഫീൽഡും ആർമേച്ചറുമായിട്ട് എവിടെയാണ് പിടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ സൈഡിലാണ് ആർമേച്ചറും ഫീൽഡുമായിട്ട് പിടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ നിന്ന് ഈ കോറിനെ അങ്ങോട്ട് ശകലം തട്ടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നം മാറും. അപ്പോൾ ഇതിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ ബുഷിൻ്റെ ചെറിയ ടൈറ്റാണ്, അതല്പം ഓടി ഫ്രീ ആകുമ്പോൾ ആ ടൈറ്റ് അങ്ങ് മാറിക്കോളും. അപ്പോൾ സെറ്റ് ചെയ്ത് ഓടിച്ച് നോക്കാം. വയറുകൾ തമ്മിൽ ഷോർട്ടാവാതെ ശ്രദ്ധിച്ചോളണം. നല്ല സ്മൂത്തായിട്ട് തന്നെ ഓടുന്നുണ്ട്. പ്രത്യേകിച്ച് സൗണ്ടുകളൊന്നും തന്നെ ഇല്ല.
ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഒരല്പം ഓടിയപ്പോൾ അതങ്ങ് നല്ല ഫ്രീ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെ ഇനിയും പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.